പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നാം വിവേചിച്ച് അറിയണം. ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവും സാത്താൻ്റെ ദുരാത്മാക്കളും ഉണ്ട്. നമുക്ക് അദൃശ്യമായ ഒരു ആത്മലോകമുണ്ട്. നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന, നമുക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ നമുക്ക് നാശം ഉണ്ടാക്കുന്നതും നമ്മെ നശിപ്പിക്കുന്നതുമാണ് ദുരാത്മാവ്. സാത്താനിൽ പല ആത്മാക്കൾ വസിക്കുന്നുണ്ട്. ദുഷ്ടാരൂപികൾ മനുഷ്യരുടെ ബുദ്ധിയെ അന്ധമാക്കുകയും മനുഷ്യരെ വഴിതെറ്റിപ്പിക്കുകയും പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും പാപച്ചേറ്റിലും വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതികാര ചിന്തയുടെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെയും മനോഭാവങ്ങളെ നമ്മിൽ ഉണ്ടാക്കുന്നത് സാത്താനാണ്. ഈ ലോകത്തിൽ സാത്താൻ നമ്മെ ആക്രമിക്കാനായിട്ട് അലറുന്ന സിംഹത്തെ പോലെയാണ് നമ്മെ അന്വേഷിച്ച് നടക്കുന്നത്. പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ ആ സാത്താൻ മനുഷ്യനെ കെണിയിൽ വീഴ്ത്താൻ പല വിധത്തിൽ അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവൻ മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുകയും പാപത്തിൽ വീഴ്ത്തുകയും സാത്താൻ്റെ മിത്രമാക്കി നമ്മെ മാറ്റുകയും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുകയുമാണ് സാത്താൻ ചെയ്യുന്നത്. മഗ്ദലേന മറിയത്തിൽ നിന്നും 7 ദുരാത്മാക്കളെ പുറത്താക്കിയെന്ന് തിരുവചനം പറയുന്നുണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. അവനിൽ പ്രവേശിച്ചിരുന്ന ലഗിയോനിൽ അനേകം അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. ബൈബിളിൽ പല സ്ഥലങ്ങളിലും അശുദ്ധാരൂപി ബാധിച്ചവരെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്നത്. 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. 1 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ആണ്. നമുക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശു വന്നിരിക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുകയാണ് വേണ്ടത്. വചനം നമ്മെ തക്ക സമയത്ത് ഓർമ്മിപ്പിച്ച് തരുന്നത്, പാപബോധവും പശ്ചാത്താപവും തരുന്നത്, മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും എല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളയണം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആരോടും വാശിയോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടാകരുത്. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാൻ. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലുള്ള ദുരാത്മാവാണെന്ന് മനസ്സിലാക്കണം. ക്ഷമിക്കാനുള്ള പ്രേരണ കിട്ടുമ്പോഴാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവാത്മാവിനായിട്ട് ദാഹത്തോടെ നാം നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് നാം ജീവിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.